അപ്പം അവസാനം കഴിഞ്ഞ് ഒന്നും പറഞ്ഞു ഈ കൊച്ചിന് നമുക്ക് കിട്ടിയല്ല. അമ്മച്ചിയുടെ ഡെലിവറി ഭയങ്കര പ്രശ്നകരമായിരുന്നല്ലേ? അമ്മച്ച ഒരുപാട് മണിക്കൂറുകൾ എടുത്തു. ഡോക്ടേഴ്സിനെ പുറത്തുനിന്ന് കൊണ്ടുപോകുന്നു. വീടിനകത്തായിരുന്നു പ്രസവം. പക്ഷേ അമ്മച്ചി ഒന്ന് കരയുകയോ ഉറക്കം നിലവിളിക്കുകയോ ഒന്നും ചെയ്യണം, എല്ലാം സഹിച്ചു. അതിങ്ങനെ പല്ലും കടിച്ചു ഈശോ കുരിശേ കിടന്ന് എന്താ കഴിച്ചു. നേരെ അന്നത്തെ 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ ചെരിഞ്ഞു പോലും കിടത്തിയില്ലെന്നേ. ഡെലിവറി സമയത്ത് അമ്മച്ചി ഈശോ കുരിശേ കിടന്നാണ് ഓർത്തത്. അതിന് 7 ദിവസം നടന്നുകൊണ്ട് എന്നെ പാടാ. അമ്മച്ചിയുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നു. ഒരുപാട് പേര് അമ്മച്ചിയെ തിരിച്ചു കിട്ടുന്ന ഓർത്തില്ലല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വരാൻ കൊണ്ടായിരിക്കും എത്ര കിട്ടിയത് കേട്ടോ. എനിക്ക് കുഞ്ഞിനെ അമ്മച്ചിയെ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. കൊച്ചിനെ കിട്ടുന്ന അയ്യോ അന്ന് പുളിക്കും വന്നപ്പോഴേ പറഞ്ഞു കൊച്ചിന് അനക്കമില്ലെന്ന്. കാരണം അമ്മച്ചി പക്ഷെ ഒന്നും ഉറക്കം കരഞ്ഞു പോലും തല തുറന്നെടുക്കാവുന്ന എനിക്ക് കേൾക്കാം, ഞാൻ കേട്ടു. അന്നേരം എന്നെ ഈ കട്ടിലിൽ ഇങ്ങനെ തിരിച്ചു കിടത്തിയേ, ഇങ്ങനെ ഇഴുകലായിട്ടായിട്ട്. എന്നുവെച്ചാൽ എൻ്റെ ചേട്ടത്തിയും ആ നേഴ്സും ഉണ്ട് അപ്പുറം ഭയങ്കര ചാച്ചിയും. ഇവരപ്പുറം ഇപ്പുറം കാലിങ്ങനെ ചവിട്ടി ഇങ്ങനെ പിടിച്ചോന്നെ ആ ഡോക്ടർ കട്ടിൽ ഇരിക്കുക ചവിട്ടിക്കൊണ്ട് വലിച്ചെടുത്തത്. അപ്പൊ അമ്മച്ചി ഒന്ന് ഉറക്കം കരഞ്ഞു പോലും ഇത്ര വേദന എടുത്തിട്ട്. അമ്മച്ചി ഉള്ളിൽ എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒത്തിരി വേദനയായിട്ട് എനിക്ക് തോന്നിയില്ല. അമ്മച്ചി എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അല്ല ഈശോ കുരിശേ കിടന്ന് ഇങ്ങനെയല്ല എന്തായാലും വേദന എടുത്തു. അന്നിച്ച് പിന്നെ അനങ്ങാതെ 7 ദിവസം കിടന്നപ്പോൾ അന്നേരം ഇങ്ങനെ ഞാൻ ഓർത്തെ. അപ്പഴാ എന്തായാലും വേദന എടുത്തു കുരിശേ കിടന്നപ്പോൾ.